വിമാനത്തിന്റെ പിൻചക്രത്തിൽ ഒളിച്ചിരുന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് സാഹസിക യാത്ര നടത്തി ഒരു 13-കാരൻ. സുരക്ഷാ ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ചാണ് കുട്ടി കാബൂൾ വിമാനത്താവളത്തിൽ കയറിപ്പറ്റിയത്. തുടർന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിന്റെ പിൻചക്രത്തിൽ ഒളിക്കുകയായിരുന്നു. രാവിലെ 8:46 പുറപ്പെട്ട വിമാനം ഏകദേശം 2 മണിക്കൂർ കൊണ്ടാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. ഞായറാഴ്ച കാബൂളിലെ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന വിമാനത്തിലാണ് 13-കാരൻ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്തത്. രാവിലെ 8:46 പുറപ്പെട്ട KM എയറിന്റെ RQ4401 വിമാനത്തിന്റെ പിൻചക്രത്തിലാണ് അഫ്ഗാൻ പൗരനായ പയ്യൻ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ച് കയറിപ്പറ്റിയത്. തുടർന്ന് 90 മിനിറ്റോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ 10:20 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായ കുട്ടി ലാൻഡ് ചെയ്യുകയായിരുന്നു. യാത്രക്കാർ വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയതിന് പിന്നാലെയാണ് റൺവേയിൽ ദുരൂഹ സാഹചര്യത്തിൽ നിന്ന 13-കാരൻ സുരക്ഷാ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുട്ടിയെ CISF കസ്റ്റഡിയിലെടുത്ത് എയർപോർട്ട് പോലീസിന് കൈമാറി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത്. ഒരു കൗതുകത്തിന്റെ പുറത്താണ് വിമാനത്തിൽ കയറിപ്പറ്റിയതെന്നാണ് കുട്ടി മൊഴി നൽകിയത്. പ്രായപൂർത്തിയാവാത്ത വ്യക്തിയെന്ന നിലയിൽ അധികൃതർ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാതെ 12:30 ഇതേ വിമാനത്തിൽ തന്നെ 13-കാരനെ തിരികെ കാബൂളിലേക്ക് അയച്ചു. എന്നാൽ 30,000 അടി ഉയരത്തിൽ അപകടകരമായ സാഹചര്യങ്ങൾ മറികടന്നുള്ള കുട്ടിയുടെ യാത്ര എല്ലാവരെയും അതിശയിപ്പിച്ചു. യാത്രക്കിടയിലെ ഓക്സിജന്റെ അഭാവം, ഹൈപ്പോതെർമിയ, കൊടും തണുപ്പ്, ഗിയർ മാറ്റത്തിനിടയിൽ കുടുങ്ങിയുള്ള മരണം, ലാൻഡിംഗ് സമയത്തെ വീഴ്ച എന്നിവയെല്ലാം അതിജീവിച്ചാണ് 13-കാരൻ ഡൽഹിയിലെത്തിയത്. കുട്ടി സുരക്ഷിതനാണെങ്കിലും ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചതെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന പ്രതികരണം. ന്യൂസ് ഡെസ്ക്, News 18.